ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഹോട്ടലുകളല്ല, കുറച്ച് നാളത്തേക്ക് ഹോട്ടലുകൾക്ക് ഒരു ബ്രേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം, പല ഹോട്ടലിൽ നിന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ 2 പേര് അല്ലെങ്കിൽ 3 പേരായിരിക്കും ഹോട്ടലിൽ പോവുക. അപ്പം ഇത്രയും ആഹാരങ്ങൾ വാങ്ങിക്കുന്നത്, കൂടുതൽ കഴിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അപ്പം ഈ വണ്ണം ക്രമാതീതമായി കൂടുന്നു. അതുകൊണ്ട് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് കരുതി. ഇന്ന് നമ്മൾ നേരത്തെ നെക്സോണിന്റെ യൂസർ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുവിധം സ്വീകാര്യമായി കുറച്ച് വ്യൂസ് ഒക്കെ എനിക്ക് കിട്ടി. പക്ഷെ അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായി നമ്മുടെ ടോക്കിംഗ് കാസിനെയൊക്കെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് കാറിനകത്തിരുന്ന് തന്നെ കാറിനെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അവര് ഭയങ്കര എന്താ പറയാ, ഭയങ്കര അവർക്ക് കാറുകളെ പറ്റിയൊക്കെ നല്ല ധാരണയുണ്ട്. എനിക്ക് എന്റെ വണ്ടിയെ പറ്റിയുള്ള ധാരണയേ ഉള്ളൂ. ഈ വണ്ടി ശരിക്കും ഞാൻ 1,69,831 കിലോമീറ്റർ ആയി. ഏകദേശം ഒരു 2 ലക്ഷം അടുക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് എനിക്കുണ്ടായ അനുഭവങ്ങൾ, വണ്ടി എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം, വണ്ടി എടുക്കുന്ന തൊട്ട് പറയാം. 2017 വണ്ടി എടുക്കാൻ ഞാൻ ഒരു വണ്ടി എടുക്കാം എന്നുള്ള പ്ലാൻ വരുന്നത്. അപ്പം സ്വാഭാവികമായും അന്നത്തെ ബഡ്ജറ്റ് അനുസരിച്ച് ഞാൻ ബലേനോ ആയിരുന്നു മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരുന്നത്, പെട്രോൾ വണ്ടി. അപ്പൊ ഇങ്ങനെ എന്റെ ഒരു കസിൻ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോ അന്ന് ബ്രസ ലോഞ്ചായി കുറച്ചായതേ ഉള്ളൂ. അങ്ങനെ ഞാൻ പോയി വണ്ടി ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സമയത്തും എന്റെ കുറെ ഫ്രണ്ട്സ് എക്കോസ്പോർട്ടിനെ സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് ബ്രസ തന്നെ മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു. അതാണ് ബ്രസ എടുക്കാൻ കാര്യം. അങ്ങനെ ഇപ്പൊ ഈ ചുരുങ്ങിയ 7 വർഷം കൊണ്ട് 1.25 ലക്ഷം കിലോമീറ്റർ ഓടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഓട്ടം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. 2017 8.5 ലക്ഷം രൂപയായിരുന്നു അന്ന് ഓൺ റോഡ് പ്രൈസ്. പക്ഷെ ബേസിക്കലി ഒരു കാര്യമുണ്ട്, ഈ മാരുതി എന്ന് പറഞ്ഞ കമ്പനി അങ്ങനെ ചെയ്യുന്നതാണെന്ന് എനിക്കറിയില്ല. ഇവർക്ക് ഒരു 6-7 വേരിയൻസ് ഉണ്ടാകും. അന്ന് ശരിക്കും LDI ഓപ്ഷണൽ, VDI ഓപ്ഷണൽ, ZDI പ്ലസ്, പിന്നെ പ്ലസിന്റെ പുറത്തൊരു പ്ലസ്, അങ്ങനെ കുറെ വേരിയൻസ് ഉണ്ടാവും. ഞാൻ എടുത്തത് LDI ഓപ്ഷണലാണ്. അപ്പം ഇതില് ഫ്രണ്ട് 2 ഡോർ മാത്രമേ പവർ വിൻഡോ ഉള്ളൂ. ഈ കാലഘട്ടത്തിലൊക്കെ എനിക്ക് തോന്നുന്നു 4 ഡോർ പവർ വിൻഡോ 8.5 ലക്ഷം രൂപയുടെ ഒരു കാറിൽ ബാക്കിൽ മറ്റേ കറക്കുന്ന വിൻഡോ ഉള്ളതൊക്കെ എനിക്കറിയില്ല. അന്ന് പിന്നെ എനിക്കത് വേണമെങ്കിൽ അന്ന് മാറ്റാമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ആവശ്യമില്ല. ഈ 1.70 കിലോമീറ്റർ ഓടിയതിൽ ഭൂരിഭാഗം, അതായത് ഒരു 1.60 അല്ലെങ്കിൽ 1.65 ഞാൻ തന്നെ ആയിരിക്കും ഈ സീറ്റിൽ ഇരുന്നിട്ടുണ്ടാവുക. മറ്റൊരാളുടെ കയ്യിൽ ഞാൻ വണ്ടി കൊടുത്തിട്ട് എനിക്ക് സൈഡിൽ ഇരിക്കാൻ പേടിയാണ്. 1-2 പേരുണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഓടിക്കുന്നവർ. അവരെനിക്ക് വിശ്വാസമാണ്, അവർക്ക് മാത്രമേ ഞാൻ വണ്ടി കൊടുക്കാറുള്ളൂ. അങ്ങനെ ഈ വണ്ടി എടുത്തതിന് ശേഷം ഇതുവരെ ഇതിനകത്ത് ആഫ്റ്റർ മാർക്കറ്റ്, അതായത് പുറത്തുനിന്ന് കയറ്റിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹോൺ ഞാൻ ചേഞ്ച് ചെയ്തു. അല്ലാണ്ട് പിന്നെ ഈ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സെൻട്രൽ ലോക്ക് പോലും ഉണ്ടായിരുന്നില്ല. ലൈക്ക് അത് പിന്നെ ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്യിപ്പിച്ചതാണ്. എന്തിനേറെ പറയുന്നു, വീൽ കപ്പ് വരെ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതിയ ബ്രസയിൽ അതിൽ പെട്രോൾ വേരിയന്റ് അല്ലേ ഇപ്പോൾ ഉള്ളൂ. അതാണ് ഏറ്റവും മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളത്. ഡീസൽ ഭയങ്കര ലാഭമായിട്ട് എനിക്ക് മനസ്സിലായത് ശരിക്കും ഇപ്പോഴാണ്. കാര്യം കഴിഞ്ഞ മാസം 2 വീക്കായിട്ട് എന്റെ വണ്ടി എടുക്കാതെ, കാര്യം സർവീസ് ടൈം ആയല്ലോ, 1.69 1.70 സർവീസ് ചെയ്യണം. അപ്പം സർവീസ് ടൈം ആയിരുന്നതുകൊണ്ട് ഞാൻ ഇത് എടുക്കാതെ വെച്ചിരുന്നതാണ്. അപ്പം ആദ്യം ഞാൻ എന്റെ കസിന്റെ വണ്ടി, ഒരു ഫോക്സ് വാഗൻ ടൈഗൂൺ ഉണ്ട്. ടൈഗൂൺ കുറച്ച് ദിവസം എന്റെ കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റിവ്യൂ ചെയ്ത നെക്സോൺ ഒരാഴ്ചയോളം എന്റെ കയ്യിലുണ്ടായിരുന്നു. ഈ പെട്രോൾ കാസ് ഓടിക്കുമ്പം ശരിക്കും ടൈഗൂൺ ഒക്കെ ഭയങ്കര സ്മൂത്ത്, എന്താ പറയാ, കിടിലൻ വണ്ടിയാണ്. ജസ്റ്റ് കാല് ആക്സിലേറ്ററിന്റെ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ടി ചെയ്യാൻ തൊട്ടാൽ മതി, അപ്പോഴേ നല്ല രീതിയിൽ പോകുന്ന വണ്ടികളാണ്. പക്ഷേ മൈലേജ്, നമ്മളെ പോലുള്ളവരൊക്കെ തീർത്തും മൈലേജ് നോക്കിയായിരിക്കുമല്ലോ വണ്ടികൾ ഓടിക്കുക. അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആദ്യത്തെ ദിവസം ഏകദേശം 8-8.5 ടൈഗൂണിന് കിട്ടിയത്. പിന്നെ അതിന്റെ ഒരു സിസ്റ്റം മനസ്സിലാക്കി കുറച്ചുകൂടെ, അത് ഓട്ടോമാറ്റിക് വണ്ടിയായിരുന്നു കേട്ടോ, കുറച്ചുകൂടെ ഒക്കെ പതുക്കെ ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ മൈലേജ് ഉണ്ട്. ബട്ട് ഈവൻ നെക്സോൺ എടുത്ത പോലും ഒരു 13-12.5 അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ പെട്രോൾ വണ്ടി നല്ല സുഖമാണ് ഓടിക്കാനൊക്കെ, ഭയങ്കര പ്രീമിയം വണ്ടി കൂട്ടാണ്, ഒക്കെ കൊള്ളാം. പിന്നെ ഇപ്പം ഈ ബ്രസയുടെ യൂസർ റിവ്യൂ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു പുതുതായിട്ട് ഇറങ്ങുന്നില്ലല്ലോ. വിറ്റാര ബ്രസ ഡീസൽ ഇല്ല, മാരുതിയുടെ കയ്യിൽ ഡീസൽ എഞ്ചിൻ ഇല്ല, അതുകൊണ്ട് ഇറക്കുന്നില്ലല്ലോ. ഇനി ഒരു പക്ഷേ നാളെ ഒരാൾക്ക് സെക്കൻഡ് ഹാൻഡ് എടുക്കേണ്ടി വരുവാണെങ്കിൽ എന്റെ
വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും ഈ 1.70 ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറെ തവണ പറയുന്നുണ്ടല്ലേ, 1.70. ഇത്രയും കിലോമീറ്റർ ഓടിയതിൽ നിന്ന് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് പവറിന്റെ കാര്യത്തിൽ ഒരു എന്താ പറയുന്നത്, ഈ ടെർബോ എഞ്ചിൻ ആയതുകൊണ്ട് എനിക്ക് എഞ്ചിൻസിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ടെർബോ എഞ്ചിൻ ആയതുകൊണ്ടും ഇത് ഒരു 60+ ഒക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകും. പക്ഷെ സംഭവം ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യാതെ ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ട്. പിന്നെ വണ്ടി ഞാൻ 1,00,000 കിലോമീറ്ററിൽ ടൈമിംഗ് ചെയിൻ മാറി. 1,00,000 ആയപ്പം ടൈമിംഗ് ചെയിൻ ഞാൻ പുറത്തുനിന്നാണ് മാറിയത്. കാര്യം ഷോറൂമിൽ സ്റ്റിക്ക് ചെയ്താൽ പുറത്തുള്ളതിനെക്കാട്ടി ഒരു 10-30% ചാർജസ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അത് വേണ്ട. ക്ലച്ചിന്റെ ഓയില് ലീക്കായി, മീൻസ് അത് പോയിട്ട് ക്ലച്ച് പോയിരുന്നു. പക്ഷെ ക്ലച്ചിന്റെ പ്രശ്നമല്ല, ക്ലച്ചിന്റെ ഓയിലിനോ സംതിങ് പോയിട്ട് എനിക്ക് ക്ലച്ച് നഷ്ടപ്പെട്ടു. അതെനിക്കൊരു നല്ലൊരു പണിയായിരുന്നു. എൻ്റെ ഒരു ഓണം വെക്കേഷൻ സമയത്തായിരുന്നു. ഞാൻ കായംകുളത്ത് നിൽക്കാതെ തിരുവോണത്തിന്റെ തലേന്നോ എങ്ങാണ്ടാണ്. അപ്പൊ ഈ മാരുതി ഓൺ റോഡ് സർവീസ് വിളിച്ചപ്പോ അവര് ഇല്ലാന്ന് പറഞ്ഞു, വരത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ കരുനാഗപ്പള്ളി സ്വന്തം ഇപ്പൊ ഈ വണ്ടിയുടെ ഒട്ടുമിക്ക പണികളും ചെയ്യുന്ന അൻഷാദ് എന്ന് പറഞ്ഞൊരു എന്റെ ഫ്രണ്ട് ഉണ്ട്. അൻഷാദ് ആണ്. ഇപ്പൊ കരുനാഗപ്പള്ളിക്കാർക്ക് അറിയായിരിക്കും, HNJ മോളിന്റെ ബാക്കിലാണ് അൻഷാദിന്റെ വർക്ക്ഷോപ്പ്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുക, അല്ല പെർഫെക്റ്റ് എന്നതിലുപരി അധികം ഒന്നും ചെയ്യില്ല പുള്ളി. കറക്റ്റ് കാര്യം മാത്രമേ ചെയ്യത്തുള്ളൂ. ഇപ്പം സസ്പെൻഷൻ ഞാൻ പണിയിച്ചായിരുന്നു. അങ്ങനെ ഉള്ളതൊക്കെ ചെയ്യുമ്പോൾ പുള്ളി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരും. ഇത് ഇങ്ങനെയാണ്, ഇതിന് 3 സസ്പെൻഷന്റെ കേസ് ആണെങ്കിൽ ഇതിന് 3 കമ്പോണൻസ് ഉണ്ട്. ഈ കമ്പോണൻസ് 3ഉം കൂടെ മാറേണ്ട സാഹചര്യം വരും പിൽക്കാലത്ത്. പക്ഷെ നിലവിൽ ഇത് ഒരു കമ്പോണന്റ് മാത്രം മാറിയാൽ മതി. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ എന്താ പറയാ, ഇതിന്റെ പേരന്റ് ഡീലറുമായിട്ട് എനിക്ക് ചെറിയ സംസാരമൊക്കെ ഉണ്ടാവേണ്ട കുറെ സാഹചര്യങ്ങൾ ഉണ്ടായി. പക്ഷെ പേരന്റ് ഡീലർ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവരുടെ ഇടക്കാലം വരെയുള്ള സർവീസ് നല്ലതായിരുന്നു. ഇപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സ് ആവുമ്പം എല്ലാ കസ്റ്റമേഴ്സും ഇപ്പം എന്താ പറയുന്നത്, ഒരു വണ്ടി സെയിൽസിനെക്കാട്ടി ഉപരി അവരുടെ സർവീസിലല്ലേ എല്ലാ കാര്യവും ഇരിക്കുന്നത്. കാര്യം ഓട് സർവീസ് 10,000 കിലോമീറ്ററും ഈവൻ സർവീസ് 20,000 കിലോമീറ്ററും ആണ്. ഈ ഈവൻ സർവീസ് മെയിൻ സർവീസ് ആണ്. അറൌണ്ട് ഒരു 8,000-9,000 ആവുന്നുണ്ട്. അപ്പം ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, 1,70,70,000 വരെ ഇത്രയും സർവീസ്, അല്ല 1,60,000 വരെ ചെയ്തിട്ടുള്ളൂ. ഇത്രയും സർവീസ് ചെയ്തതിൽ ഒന്നിന് തൊട്ട് മുമ്പ് വരെ 90 വരെയും ചെയ്തത് ഞാൻ ഈ പേരന്റ് ഡീലറിന്റെ അടുത്താണ്. പക്ഷേ പല കാര്യത്തിലും അവസാനം ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. ഒരു സർവീസ് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടിട്ട വണ്ടിയുടെ വീൽ കപ്പ് വേറൊരു വണ്ടിയുടെ ആയിപ്പോയി എന്നോട് രാത്രി വിളിക്കുന്നു. ഞാൻ വണ്ടി കൊണ്ടുവന്ന് വീട്ടിലിട്ടതിന് ശേഷം ഞാൻ അവരെ വിളിച്ചിട്ട് ഈ ഗിയർ ബോക്സിന്റെയും എല്ലാം അടുത്ത് ഭയങ്കരമായിട്ട് അഴുക്ക്. ഞാൻ ചെയ്ത് നിങ്ങൾ വാഷ് ചെയ്തതാണോ, അത് ഇത്ര അഴുക്കിരിക്കുന്നത് എങ്ങനെ? ഉടനെ അവർ അയ്യോ അത് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് കഴുകിത്തരാം. ഇങ്ങനെയുള്ള ഇത് അവർക്കിത് നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും. നമ്മുടെ കൈ നമ്മൾ അധ്വാനിച്ച പൈസയാണ് എണ്ണി കൊടുക്കുന്നത്. അതിനുശേഷം വിറ്റാര ബ്രസ ഒരു ക്ലബുണ്ട് VBCK എന്ന് പറഞ്ഞിട്ട്. ഈ VBCK ക്ലബ്ബ് ത്രൂ കൊല്ലം പോപ്പുലറിലാണ് ഈ ബാക്കിയുള്ള സർവീസുകളെല്ലാം ചെയ്തിട്ടുള്ളത്. അടിപൊളി സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ അത് പോരാ അതിനെ പറയാനായിട്ട്. അത്രയും സുന്ദരമായിട്ടാണ് എന്റെ വണ്ടി ഇപ്പൊ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം എത്രയോ കെയർ അവര് വണ്ടിയുടെ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്ത് അവര് നമ്മളവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് അവരുടെ ഈ കസ്റ്റമർ ലോഞ്ചൊക്കെ ഒന്ന് കാണണം. ഒരിക്കല് ഈ പേരന്റ് ഡീലറിന്റെ കസ്റ്റമർ ലോഞ്ചിൽ കയറി ഇരുന്നിട്ട് അവിടെ ഒരു വെള്ളം കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിനത് ഓരെന്നൊക്കെ പറയത്തില്ലേ, അതുകൊണ്ട് മഞ്ഞ കളറിലെ വെള്ളം, ആ രീതിയിലായിരുന്നു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ലൈക്ക് ഒരു സെഡാനകത്ത് ഇരിക്കുമ്പോൾ നമ്മളത് തീരെ താഴെ ഇരിക്കുന്നത് കൂട്ടൊരു ഫീൽ അല്ലേ. ഇതങ്ങനല്ല, നമ്മൾ ഇത്തിരി ഉയർന്ന് ഇരിക്കുന്ന ഒരു ഫീൽ ഈ റേറ്റിന്. അതേസമയം ഈ എക്കോ സ്പോർട്ടും ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ശരിക്കും ഒരു SUV എടുത്താൽ മാത്രമേ അങ്ങനത്തെ ഫീല് കിട്ടിയിരുന്നുള്ളൂ. ഇപ്പം അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടായി. അങ്ങനെ ശരിക്കും വിറ്റാര ബ്രസ റൈഡിങ് കംഫോർട്ട് ഭയങ്കര കിടിലമാണ്. എനിക്ക് ഭയങ്കര സുന്ദരമായിട്ട് തോന്നും. പിന്നെ മൈലേജ് ഓഫ്കോഴ്സ് എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് മൈലേജ്. മൈലേജിന്റെ കാര്യത്തിൽ എനിക്ക് ഇന്നേ വരെ ഒരു നഷ്ടബോധം തോന്നാത്ത ഒരു വണ്ടിയാണ് ബ്രസ. കാര്യം എനിക്ക് ഹൈവേകളിൽ ഏകദേശം എന്താ പറയാ 22-21 വരെയൊക്കെ കിട്ടുന്നുണ്ട് ഹൈവേയിൽ ലോങ് പോകുമ്പോൾ.
സിറ്റിയിലാണെങ്കിൽ 18, 19 വരെയൊക്കെ കിട്ടുന്നുണ്ട്. അത് വളരെ നല്ലൊരു മൈലേജ് ആണെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം ഒന്നാമത്തെ കാര്യം പല യാത്രകളിലും ഇടയ്ക്ക് ഒരു സമയത്ത് ഞാൻ ചിലപ്പോൾ കാല് കൊടുക്കും, നല്ല സ്പീഡിൽ പോകും, ചിലപ്പോൾ വളരെ സ്ലോയിൽ ഇങ്ങനെ എഴുന്നേഴിഞ്ഞു പോകും. അങ്ങനെ ഒരു ടൈപ്പാണ് ഞാൻ വണ്ടി ഓടിക്കാറ്. പിന്നെ എന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റോക്ക് ടയറിന് എനിക്ക് 1,00,000 കിലോമീറ്റർ ഞാൻ ഓടിച്ചു സ്റ്റോക്ക് ടയർ ഇട്ട്. അപ്പൊ ഈ സംഭവം ഞാൻ ഈ ഓൾ ഇന്ത്യ ബ്രസ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ, ഓൾ ഇന്ത്യ അല്ല, ഓൾ കേരള പോസ്റ്റ് ചെയ്തപ്പോൾ പലരും പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തള്ളുന്നത്? ഞാൻ എന്തിന് തള്ളണം? ശരിക്കും ടയർ മാറി കാശ് കൊടുത്ത് ഞാൻ ടയർ മാറുന്നത് നല്ല കാര്യം കേൾക്കുന്നവർക്ക്. ഇത് കറക്റ്റ് 1,06,000 കിലോമീറ്റർ ആയപ്പോഴാണ് ഞാൻ എന്റെ ഫസ്റ്റ് ടയർ മാറുന്നത്. അപ്പോഴത്തേക്കും നല്ലപോലെ തേഞ്ഞിരുന്നു, അത് സത്യമാണ്. ശരിക്കും ഒരു 90 ആകുമ്പോൾ മാറേണ്ടതായിരുന്നു. എന്താ പറയാ, പിന്നെ ആ സമയത്ത് എനിക്ക് ഈ കോവിഡിന്റെ ടൈം ആയതുകൊണ്ട് അധികം ഓട്ടോ ഒന്നും ഇല്ലാതെ കുറെ നാൾ കിടന്നു. അതുകൊണ്ട് ഞാൻ 1,00,000 ഇത്ര ആയപ്പോഴാണ് മാറിയത്. രണ്ടാമത്തെ ടയർ ഇപ്പൊ ബാക്കി 60,000 കിലോമീറ്റർ ആയി. രണ്ട് ടയറും ഞാൻ MRF ആണ് യൂസ് ചെയ്തത്. ഫസ്റ്റ് ടയർ സ്റ്റോക്ക് എനിക്ക് വന്നത് MRF ടയർ ആയിരുന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ ഈ MRF സെയിം ടയർ കിട്ടാൻ വേണ്ടിയിട്ട് കറങ്ങി ഒരിടത്തും. എനിക്ക് തോന്നുന്നു മേ ബി ഈ കമ്മീഷന്റെ ഇഷ്യൂസ് കൊണ്ടായിരിക്കും ആരും MRF അധികം വിൽക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. എല്ലാവരും ബ്രിഡ്സ്റ്റോണും ബാക്കിയുള്ള കമ്പനീസും പിന്നെ മിഷലിൻ നോക്കുകയാണെങ്കിൽ റേറ്റും കൂടുതലാണ്. ചെറിയൊരു അപ് സൈസ് പോലെ ചെറിയൊരു സൈസ് വ്യത്യാസം ഉണ്ടെന്ന് കേട്ടു. അങ്ങനെ ഈ ടയറിന് വേണ്ടി ഞാൻ ഓച്ചറ പോയി. ഓച്ചറ MRF ഒരു ചെറിയ എന്താ പറയാ ഫ്രാഞ്ചൈസി പോലെ ഒരു ചെറിയ ഷോപ്പ്. അവിടുന്നാണ് ഞാൻ ഈ പറയുന്ന ബ്രസയുടെ MRF കിട്ടിയത്. 2 ടയറേ അവിടുന്ന് കിട്ടിയുള്ളൂ. ബാക്കി 2 ടയർ ഞാൻ കൊല്ലം കാവനാട് നമ്മുടെ ഇവിടുന്ന് കരുനാപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ MRF വലിയൊരു ഷോറൂം ഉണ്ടല്ലോ, അവിടെ 2 ടയർ, അങ്ങനെ 4 ടയർ വാങ്ങിച്ചു. 4 MRF ആണ് കിടക്കുന്നത്. ഉള്ളവർക്കൊക്കെ 50, 55, ചിലർക്കൊക്കെ 60 കിട്ടുന്നുണ്ട്, ചിലരൊക്കെ 40 താഴെ മാറുന്നു. ഇത് പ്രധാനമായിട്ട് പറയേണ്ടത് അലൈൻമെന്റിന്റെ കാര്യമാണ്. ഒന്ന്, വണ്ടി ഓടിക്കുന്ന രീതി, എക്സസീവ് ബ്രേക്കിംഗ് അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഓടിക്കണം. 2, അലൈൻമെന്റ്, പ്രോപ്പർ അലൈൻമെന്റ് കൃത്യമായി കൊടുത്താൽ ഒരു പ്രശ്നമില്ലാതെ ടയർ മൂവ് ചെയ്തോളും. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ തന്നെയാണ് തെളിവ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ 1,00,000 ടൈമിംഗ് ചെയിൻ മാറുക, പിന്നെ ഈ ക്ലച്ച് മാറി, പിന്നെ സസ്പെൻഷൻ ഒന്ന് പണിയിച്ചു. അതല്ലാണ്ട് ഞാൻ വേറെ വലിയ പണികളൊന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. കറക്റ്റ് പീരിയോഡിക്കൽ സർവീസ് ഒരു 1000 കിലോമീറ്റർ ഒക്കെ ചിലപ്പോൾ അധികം ഓടാറുണ്ട്. സമയം കിട്ടുന്നതിന്റെ ഒരു പ്രശ്നം. അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒരു പണിയും വണ്ടിക്ക് ഇതുവരെ വന്നിട്ടില്ല. ലോങ് യാത്രകൾ ഞാൻ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ ഒരിക്കൽ, കൊല്ലത്തുനിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കറങ്ങി മൈസൂരിന്ന് പിന്നെ കോഴിക്കോട്. നല്ല കറക്കമായിരുന്നു അത്, പക്ഷെ അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള പണികളും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ഡീസൽ ബ്രസയാണ് സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ യാതൊരു സംശയം വേണ്ട, ധൈര്യമായിട്ട് പോയി എടുക്കാം. അകത്തെ സ്പേസ് കാര്യങ്ങളെല്ലാം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഈ പറയുന്ന ബേസ് മോഡൽ ആയതിന്റെ പേരിൽ നിങ്ങൾ ബാക്കിൽ കാണുന്നുണ്ടല്ലോ, ബാക്കിലെ സീറ്റ് ഇങ്ങനെ ഒരു സോഫ ഇട്ടേക്കുന്ന കൂട്ടേ ഉള്ളൂ. നെക്ക് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് വേണമെങ്കിൽ എക്സ്ട്രാ ചെയ്യായിരുന്നു, പക്ഷെ അത് ഈ അപ്പോൾസ്റ്ററി കടക്കാർ അത് മാത്രം ചെയ്യുന്നില്ല. അപ്പൊ അവർ എന്തൊക്കെയോ കാര്യങ്ങൾ അന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഇതിന്റെ സൗണ്ട് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞില്ല. മ്യൂസിക് സിസ്റ്റം ശരിക്കും എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, എന്റെ വീടിന്റെ 2 വീടിന് അപ്പുറത്തുള്ള ഒരു പയ്യനുണ്ട്, ബാദുഷയുടെ കയ്യിൽ ഇരിക്കുന്നത് ബലേനോ ആണ്. സ്റ്റിൽ അത് കുറച്ചുകൂടെ നെക്സ ആണല്ലോ. അതിനകത്ത് ഇരിക്കുന്ന സെറ്റിനെക്കാട്ടി അടിപൊളി സ്പീക്കേഴ്സും മ്യൂസിക് സിസ്റ്റമാണ് ഇതിലുള്ളതെന്ന് ഞാൻ പറയും. കാര്യം അത് ഞാൻ എങ്ങനെയൊക്കെ ട്യൂൺ ചെയ്തിട്ടും ഇതിനകത്തിരുന്ന് പാട്ട് കേൾക്കുന്നതിന്റെ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ മ്യൂസിക് സിസ്റ്റം ഇതിലാണ്. ബ്രേക്കിംഗ് ABS, EBD ഉണ്ട്, 2 എയർ ബാഗ് ഉണ്ട് ഫ്രണ്ടില്. ബ്രേക്കിംഗ് മാരകമാണ് കേട്ടോ, എന്നെ പലയിടത്തും രക്ഷിച്ച ബ്രേക്കാണ്. കാര്യം ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ നെക്സോൺ എന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ നെക്സോണിനകത്ത് ബ്രേക്കിങ്ങിന് ഒരു ഇത്രയും ബുദ്ധിമുട്ടല്ല, ഇത്രയും നല്ല ബ്രേക്കിംഗ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഗൈസ്. ഈ ഒരു സെഗ്മെന്റിൽ എന്താ പറയുക, എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറെ വണ്ടികൾ ഉണ്ടല്ലോ. ഇപ്പൊ XUV300, നെക്സോൺ, ഈവൻ ടൈഗൂൺ ഈ ഒരു സെഗ്മെന്റ് തന്നെയാണല്ലോ. പിന്നെ അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇപ്പൊ ആയി. അപ്പൊ ഞാൻ 2017 ഈ വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എക്കോസ്പോർട്ട് മാത്രമായിരുന്നു ഉള്ളത്. ഫോർഡ് കമ്പനി വിട്ട് പോയല്ലോ. അന്ന് ഞാൻ എക്കോസ്പോർട്ട് എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ. ഒരു ബേസിക് കാര്യം പറയാലോ, എല്ലാവരും പപ്പടം എന്ന് പറയുന്ന
ഒരു ഇതാണ് മാരുതിയുടെ വണ്ടി. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഈ വണ്ടിയുടെ വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും ഞാൻ പറയാം, രണ്ടു വട്ടം ചെറിയ ചെറിയ തട്ട് കിട്ടി വണ്ടിക്ക്. ഒന്ന്, വണ്ടി എടുത്തതിന്റെ 2ാമത്തെ മാസം ഞാൻ ഈ ഒരു ബാംഗ്ലൂർ മാത്രമായിട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞ ബാംഗ്ലൂർ മൈസൂർ ആ റൂട്ടല്ല, ബാംഗ്ലൂർ മാത്രം പോയി തിരിച്ചു വരുന്ന സമയത്ത് വാളയാർ വെച്ച് ഞാൻ നൈറ്റ് 1 മണി 2 മണി ആ സമയം കണ്ടാണ്. നല്ല റോഡിൽ വണ്ടിയൊന്നും ഇല്ല, നല്ല കാലുകൊടുത്ത് വരുമായിരുന്നു. കാലുകൊടുത്ത് ഇങ്ങനെ വന്ന് അപ്പൊ ഈ ആ റോഡിൽ നിങ്ങൾക്ക് ഈ 2017 സമയത്തൊക്കെ ഈ റോഡ് ഭയങ്കര സ്ലിപ്പറി പോലെ ആയതുകൊണ്ട് വരകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പുതിയ വണ്ടി എന്നുള്ള ഒരു ആഡംബരം വെച്ചിട്ട് ഒന്ന് ബ്രേക്കിൽ കാലെടുത്തു. വണ്ടി നല്ല സ്പീഡിൽ വരികയായിരുന്നു. അപ്പോഴത്തേക്ക് എന്റെ തൊട്ട് പുറകിൽ വന്ന ഒരു സാൻഡ്രോ ഇതിന്റെ ബാക്കിൽ കൊണ്ടിടിച്ചു. അവർക്ക് പിടിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാകില്ല. നമ്മൾ ഈ ABS ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ബ്രേക്കിംഗ് ഉണ്ട്. അന്ന് ഒരു തട്ട് തട്ടി. പിന്നെ രണ്ടാമതും ഇതേ കൂട്ട് ബാക്കിൽ നിന്ന് ഒരു സ്കൂട്ടറുകാരൻ കൊണ്ട് തട്ടിയിട്ടു. ഈ 2 തട്ടാണ് എനിക്ക് മെയിനായിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ തമിഴ്നാട്ടിൽ വെച്ച് ഒരു സംഭവം നടന്ന, ഒരു ചെറിയ തട്ട് ഫ്രണ്ടിൽ കിട്ടി. ഇത്രയും അത് ചെറുതായിരുന്നു, ലൈക്ക് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ ഒരു ഇൻഷുറൻസ് തീർന്ന സമയത്ത് ഞാൻ അതിന്റെ ഇത് വെച്ചിട്ട് അങ്ങനെ ക്ലെയിം ചെയ്ത് അങ്ങനെ എനിക്ക് ഈ പറയുന്ന എല്ലാം ചേഞ്ച് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴും കഴിഞ്ഞ മാസം ഇത് നമ്മളായിട്ട് തട്ടിയതല്ല. നമ്മളൊരു ഹോട്ടലിൽ, ഞാൻ പറയാം, രാജപുരം കായൽ ഷാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തിട്ടാണ് പോയത്. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇതില്ലേ, നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ്, അതിന്റെ താഴെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ബാക്കിൽ നിന്ന് ഒരു വണ്ടി വന്ന് ഇടിച്ചതാണെങ്കിൽ അതേ പാട് ലെഫ്റ്റ് സൈഡിലും വരേണ്ടതാണ്, ഈവനായിട്ട് വരേണ്ടതാണ്. പക്ഷെ ഇത് അല്ലാണ്ടൊരു പാട് വീണിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് ഡെന്റിങ്ങിന് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഈ 170 സർവീസിൽ കഴിഞ്ഞിട്ട് ഈ ഡെന്റിങ് കൂടെ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇൻസ്പയർഡ് ഫ്രം ടോക്കിംഗ് കാസ്, അതേപോലെ തന്നെ അടുത്തൊരു യൂട്യൂബറിനെ ഇൻസ്പയർ ആക്കിക്കൊണ്ട് നമ്മുടെ ചായ് വിത്ത് ടെക് ഷസാം, അപ്പം നമ്മുടെ ചായ എത്തിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ചായ പ്രതീക്ഷിച്ച് ഞാൻ കരുതാറില്ല. അപ്പൊ ഇപ്പൊ സമയം 2:56 ഉച്ചയ്ക്ക്. ഈ സമയത്ത് ചായ കിട്ടാൻ പാടാണ്, അത് ഇന്ന് ഞായറാഴ്ച കൂടാണ്. അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് വശത്ത് ഒരു ചായക്കടയിൽ ചായ ഉണ്ട്. ചായ കിട്ടി. അപ്പൊ നമ്മുടെ ചായ് വിത്ത് ടെക് എന്നുള്ളതിന് പകരം ചായ് വിത്ത് കാർ. മാരുതിയെ ശരിക്കും ഓരോ കാലഘട്ടത്തിലും പിടിച്ചു നിർത്തുന്ന ഓരോ കാറുകളും ഓരോ മോഡൽസ് ആണല്ലോ. കാറുകളുടെ ഓരോ മോഡൽസ് ആണ്. ലൈക്ക് ഒരു കാലഘട്ടം അത്രയും സ്വിഫ്റ്റ് ആയിരുന്നു രാജാവ്. അത് കഴിഞ്ഞപ്പോ ബെലേനോ പുതിയത് വന്നപ്പം ബെലേനോ ഇങ്ങനെ രാജാവായി വന്നു. അപ്പം നമ്മുടെ ബ്രസ എത്തി. ബ്രസയ്ക്ക് ശേഷം അവർ ടൊയോട്ടയായിട്ട് ടൈപ്പായി. അവരുടെ വണ്ടി ഇവരെടുക്കുന്നു, ഇവരുടെ വണ്ടി അവരെടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമുക്ക് കുറെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. മാരുതി മോശം എഞ്ചിനൊന്നും അല്ല. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ലേ, ഈ 170 വരെയുള്ള ഈ ഒരു കഥ നിങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. പ്രോപ്പറായിട്ട് റൺ ചെയ്ത് കറക്റ്റ് സർവീസും കാര്യങ്ങളും ആണെങ്കിൽ നല്ല ഡ്യൂറബിലിറ്റി ഉള്ള വണ്ടിയാണ് മാരുതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ മനസ്സിലേക്ക് ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ പറയാനായിട്ട് ഒരു കാര്യമൊന്നും കിട്ടുന്നില്ല. സംഭവം നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളല്ലല്ലോ. അപ്പൊ ഹോട്ടലിൽ ചെന്നിട്ടാണെങ്കിൽ നമുക്ക് ഇപ്പൊ പറയാൻ അറിയാലോ കുറെ ഡിഷസ്. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം എവിടെ ചെന്നാലും പൊറോട്ടയും ബീഫ് ആയിരുന്നു ആദ്യം. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ചിലതൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതേവിട്ട് കാറിന്റെയും നമ്മളിപ്പോ അങ്ങോട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ. നമുക്ക് കിടിലമാക്കാന്നേ. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇത് കേട്ടിട്ട് ഒരു കൺക്ലൂഷൻ ഞാൻ പറഞ്ഞു തരാം. അതായത് നാട്ടിലായിരിക്കും കൂടുതൽ. നാട്ടില് നമുക്കൊരു ധാരണയുണ്ട്. എല്ലാരും പറഞ്ഞ് പഠിപ്പിച്ച ഒരു കാര്യം, ഡീസൽ വണ്ടി എടുക്കല്ലേ, ഡീസൽ വണ്ടി എടുത്താൽ പണി കൂടുതലാണ്. എന്താണ് ഈ പണി കൂടുതൽ? ഞാനിപ്പോ പറഞ്ഞല്ലോ, 1,00,000 കിലോമീറ്റർ ഓടിയപ്പോൾ ടൈമിംഗ് ചെയിൻ മാറി, ക്ലച്ച് മാറേണ്ട അവസ്ഥ വന്നു. ഇതെല്ലാം വിയർ ആൻഡ് ടിയർ എല്ലാ വണ്ടിക്കും ഉണ്ടാവുന്ന അതേ പണി തന്നെയാണ്. പിന്നെ സസ്പെൻഷന്റെ പണി, ഇതൊക്കെ സ്വാഭാവികമായി ഈ ഡീസൽ ആയാലും പെട്രോൾ ആയാലും ഏത് വണ്ടിക്കും ഉണ്ട്. ഈ പണികളൊക്കെ ഉണ്ട്. അതിൽ കാര്യമില്ല. പിന്നെ ഈ ഒരു ആ ഒരു കോൺസെപ്റ്റ് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ബ്രസ സെക്കൻഡ് എടുക്കുമ്പോൾ എഞ്ചിൻ സൈഡിലോട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. വണ്ടി അടിപൊളിയാണ്.
അങ്ങനെ നമ്മുടെ സർവീസ് സ്റ്റേഷൻ തുറന്നിട്ടില്ലായിരുന്നു. അപ്പം സർവീസ് ചെയ്യുന്ന പരിപാടി നടക്കില്ല. ഓക്കെ, ഞാൻ തിരിച്ച് ഇപ്പോൾ വീട്ടിലേക്ക് പോകാം. വീട്ടിൽ പോയി ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അപ്പം കുറേ നേരം സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. അതുകൊണ്ടാണ് ഇതിൽ പല കാര്യങ്ങളും ഞാൻ വലിച്ചു നേടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇത്രയും കാര്യങ്ങളാണ് പ്രസ്സെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.